അപ്പോ വർഗീയത ഇവിടെ UDF LDF ഉപയോഗിക്കുന്നുണ്ട്. അതിൽ മുസ്ലിം വർഗീയത ഏറ്റവും അധികം ഉപയോഗിച്ച പാർട്ടിയുടെ പേര് CPM എന്നാണ്. അതിന്റെ മുൻകൈ CPM-നാണ്. ഞാൻ ഉദാഹരണം പറയപ്പോ ഏറ്റവും പുതിയ ഉദാഹരണം ഇപ്പോ പാലക്കാട്ട് ഒരു പരസ്യം കണ്ടില്ലേ, സുപ്രഭാതത്തിലും സിറാജിലും. അവിടുത്തെ സ്ഥാനാർത്ഥി ആരാ? സന്ദീപ് വാര്യരാണോ? അവിടുത്തെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലല്ലേ? മാത്രമല്ല ആ പരസ്യം ഇപ്പോഴും ന്യായീകരിക്കുകയാണ്. അത് ഒട്ടും പിന്നോക്കം പോകുന്നില്ല CPM. ആ പരസ്യം കൊടുത്ത് ശരിയായില്ല എന്ന് പറയുന്നത് പാലക്കാട്ട് ഏറ്റവും തലമുതിർന്ന CPM-ന്റെ നേതാവ് പലവട്ടം MP ആയിരുന്ന കൃഷ്ണദാസാണ്. അന്ന് അത് പരസ്യം കൊടുത്തതിന് മുൻകൈ എടുത്ത ഒരാളാണ് MP രാജേഷ്, നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി. അദ്ദേഹം പറഞ്ഞെന്താ, പൈസ കുറവാണ് പരസ്യത്തിന്, എന്നാ പിന്നെ ദേശാഭിമാനി കൊടുത്തൂടെ? ദേശാഭിമാനി കൊടുക്കാൻ പൈസ വേണ്ടല്ലോ. ദേശാഭിമാനിയിൽ കൊടുക്കാത്തൊരു പരസ്യം ചെലവ് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സുപ്രഭാതത്തിലും സിറാജിലും കൊടുക്കാണ്. സുപ്രഭാതം നടത്തുന്ന ആരാണ്? EK സമസ്തക്കാരാണ് നടത്തുന്നത്. അതിലൊരു വിഭാഗം, ചെറിയൊരു വിഭാഗം ഇവരുടെ അനുകൂലിക്കുന്ന ആളുടെ. ഇപ്പം ഉമർ ഫൈസി, മുക്കം, മുസ്തഫ മുണ്ടുപാറൊക്കെ ഇവരെ അനുകൂലിക്കുന്ന ആൾക്കാരാണ്. അവരെ മറ്റൊരു സഖാവ് എന്നാണ് പറയാ. അപ്പോ സിറാജ് എന്ന് പറഞ്ഞ ആരാണ്? AP അബൂബക്കർ മുസ്ലിയാരുടെ പത്രമാണ്. അപ്പൊ അതിലൊക്കെ ഈ തരത്തിൽ വർഗീയതയുള്ള പത്രം ഉപയോഗിക്കപ്പോ അതിന് തൊട്ട് മുമ്പ് വടകര ലോക്സഭാ പോളില് ഷാഫിക്കെതിരായിട്ട് ഉണ്ടാക്കിയ കാഫിർ പോസ്റ്റ്, കാഫിറാണ് എന്ന് പറയുന്ന. ഇപ്പൊ അതിനു മുമ്പത്തെ ആലോചിച്ച് നോക്കൂ, TP ചന്ദ്രശേഖരനെ കൊല്ലാൻ പോയ